കണ്ടന്റ്, പിന്നെ മിഡിൽ ഈസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് റിലീസ് പ്ലാൻസ് അന്ന് അനൗൺസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉദ്ദേശം. ഇന്ന് മെയിനായിട്ട് ഓൺലൈൻ മീഡിയയ്ക്കും എല്ലാ മീഡിയയ്ക്കും ഒരു നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ് കോൺഫറൻസ്. കാരണം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 87 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസാണ് ആട് എന്ന സിനിമ നേടിയിരിക്കുന്നത്. വലിയ വിജയമായിട്ടാണ് ഞങ്ങളതിനെ കരുതുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിയെ, അതിലെ കഥാപാത്രങ്ങളെ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ അവരുടെ എക്സ്പെക്റ്റേഷന് ഒരു ഡിസപ്പോയിൻമെൻറ്റും വരുത്തിയില്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുകയും ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും, അതിനെ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതൊരു വളരെ ടഫായിട്ടുള്ളൊരു കോളായിരുന്നു. കാരണം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. ഒരുപാട് റിസ്ക് അതിനകത്ത്. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അതിനുശേഷമാണ് ആ ഷോയ്ക്കൊരു നമ്മൾ റിവ്യൂസ് ആണെങ്കിലും നല്ല റിവ്യൂസ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരുന്നുണ്ട്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഷൂട്ട് ഫുട്ടേജ് മുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70ാമത്തെ 75ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാൻറ്റസി, എപ്പിക് ഫാൻറ്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ, അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിൻ്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മൾ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും, അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് അഭിനയം ഏത് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റി വെക്കാം എന്നുള്ളൊരവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആടിറങ്ങിയത്. അപ്പം അത് ഇങ്ങനെയൊരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ളത് വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റീസണിൽ ഞാൻ അത്യാവശ്യം ടെൻസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഒരു 100% അഭിപ്രായം വരണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷേ 95% ഓഫോളം ആളുകൾ ഈ സിനിമ കണ്ടവർ വളരെ ഗംഭീരമായ അഭിപ്രായവും പറഞ്ഞു. അത് ഞാൻ ആദ്യ ദിവസത്തെ തിയേറ്ററിൽ ഞാൻ പകുതി സമയം ഉണ്ടായിരുന്നുള്ളൂ. പകുതി സമയം ഞാൻ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ കിട്ടിത്തുടങ്ങി. സോ ഐ വാസ് ഫീലിംഗ് ബെറ്റർ. ആസ് യൂഷ്വൽ മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ് മുങ്ങിയിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് വന്നില്ല. അദ്ദേഹം അണ്ടർവേൾഡിലായിരുന്നു. റിലീസിന് ശേഷം എൻ്റെ കോള് വന്നതിന് ശേഷം തമിഴ്നാട്ടിലോട്ട് പോകണോ അതോ തിരിച്ച് കേരളത്തിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ ബോർഡറിലായിരുന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. കറക്റ്റ് അല്ലേ? ചോദിച്ചോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇനി അടുത്ത പാർട്ടിലേക്കുള്ള അഡ്വാൻസ് കൊടുക്കാൻ ധൈര്യമായി അഡ്വാൻസ് കൊടുത്തു തുടങ്ങിയോ വിജയ് ബാബു? തിയേറ്റർ കളക്ഷൻ 60 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇപ്പം അത് കിട്ടിയിട്ട് ആദ്യം കടങ്ങൾ വീട്ടണം.
അത് കഴിഞ്ഞ് വേണിച്ചേട്ട പൈസ കൊടുക്കണം, അതിനുശേഷം അഡ്വാൻസിലേക്ക് കിടക്കാം. അതല്ലേ എൻ്റെ ഒരു ന്യായമായ കാര്യം. ഫസ്റ്റ് മന്ത് 3 PM ഏകദേശം ഒരു 2 CR അടുത്ത് ഗ്രോസ് വന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്പെക്ടേഷൻ ഒരു ഫൈനൽ? അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പോകട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു സിനിമ അങ്ങനെ ഒരു പാറ്റേൺ, ഇപ്പോൾ എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇത്രയും ഇങ്ങനൊരു കളക്ഷൻ എനിക്ക് ഇത് എൻ്റെ ലൈഫിലും ആദ്യമായിട്ടാണ്. നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിൻ്റെ ഡ്രീമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാസ് ഹിറ്റ് അടിക്കണം. അത് ഇപ്പം ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 14 വർഷമായി. അപ്പോൾ ഈ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് ഹിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് നിങ്ങളോടും ചോദിക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് പല ഇത് എത്ര വരാം എനിക്കും അറിയില്ല, ഞാനും ഇതിൽ പുതിയതാണ്. അപ്പം നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഓക്കെ, അത് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ഈവൻ ആവുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹിറ്റായി ഇത്രയും വലിയ ഗ്രോസ് വന്നിരിക്കണം. മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ, ഹാവ് ടു സെൽ ദ റൈറ്റ്സ്, ബ്രേക്ക് ഈവൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു ഫിഗറിലേക്ക് നോക്കിയിട്ട് അത് എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചെയ്യുക, അതിനുശേഷം നമുക്ക് എന്താണ്. അപ്പോൾ ഇതും ഞാൻ എൻജോയ് ചെയ്യുകയാണ് ഈ എക്സ്പീരിയൻസ്. എത്രയാവട്ടെ എന്ന് ഞാനും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അറിയില്ല, എത്ര വന്നാലും ഓക്കെയാണ്, സ്വീകരിക്കും. ഇപ്പോൾ വിജയ് ചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ ഇപ്പോൾ മഴക്കാലത്ത് തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരും ഡേറ്റ് നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അത് നിങ്ങൾ കാണാം, ഇത്രയും ആർട്ടിസ്റ്റുകളെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ട്. ഇപ്പോൾ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. സെലിബ്രേഷന് നമുക്ക് ഒരുമിച്ച് കൂടാം. റിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ചുറിഞ്ഞല്ല. ഡബിങ് സ്യൂട്ടിൽ വന്നിട്ട് കരഞ്ഞ് കണ്ണീര് കുടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ മുഴുവൻ തെറിയ ആട്ടും തുപ്പ ചെറിയ സീൻ മറ്റേ ഡബ് ചെയ്യാൻ വന്നിട്ട് കേട്ടിട്ട് പോയ ആളാണ്. പറഞ്ഞു വയ്ക്കും, ലാസ്റ്റ് 5 ദിവസം കൊണ്ടാണ് ഡബിങ് പൂർത്തിയാക്കിയത്. അത് ഇനിയത് പറഞ്ഞോ. കണ്ടോ, ന്യായം വരുന്നത് കേട്ടോ. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ആ സീൻ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ വർക്കൗട്ടായി. PP ശശി ഇദ്ദേഹം തമ്മിലുള്ള പുള്ളി വന്നു, മറ്റെന്താ പറയുക, സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളില്ലാത്ത പുള്ളി വളരെ ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തു. ആ സീൻ കറക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് വർക്കൗട്ട്. അതിൽ ഇന്ദ്രൻസേട്ടൻ തിരിച്ചു പറയുന്ന ഡയലോഗ് എല്ലാം എഴുതിയ പുള്ളി തന്നെയാണ്. അതെ. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബാക്കി നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിൽ കാണാം. കൂടെ നിന്നതിനും പ്രോത്സാഹിപ്പിച്ചതിനും ആടിനെ ഇതുവരെ എത്തിച്ചതിനും എല്ലാവർക്കും ആട് ടീമിന്റെ പേര് നല്ലൊരു സെലിബ്രേഷൻ നമുക്ക് ഇതിന്റെ സക്സസ് മീറ്റിന് എല്ലാവരുമായിട്ട് ചേർന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.